നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. 10 കൽപ്പനകൾ അനുസരിച്ചാൽ മാത്രമേ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് തെറ്റാണെന്ന് ലിയോ 14 പാപ്പ. കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ പ്രാർത്ഥനയ്ക്കിടെ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നാം നല്ലവരായതുകൊണ്ടല്ല, മറിച്ച് അവിടുത്തെ സ്വഭാവം സ്നേഹമായതുകൊണ്ടാണ്. ഏത് സാഹചര്യത്തിലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. സ്നേഹിക്കപ്പെട്ടവർക്ക് മാത്രമേ തിരിച്ചു സ്നേഹിക്കാൻ കഴിയൂ. ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കാൻ സാധിക്കുന്നുവെന്ന് ലിയോ 14 പാപ്പ പറഞ്ഞു. ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മെ നിയന്ത്രിക്കാനല്ല, മറിച്ച് തെറ്റായ സ്നേഹങ്ങളിൽ നിന്നും വഴികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കാനാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. നിക്കരാഗ്വയിലെ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് അമേരിക്കയിൽ അഭയം തേടിയ ഡേവിഡ് മാൻഡിഡേറ്റ് ഹെർണാണ്ടസ് പുരോഹിതനായി അഭിഷിക്തനായി. ഞായറാഴ്ച മിയാമിയിലെ സെന്റ് മേരി കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് തോമസ് വെൻസ്വെലിൽ നിന്നാണ് അദ്ദേഹം തിരുപ്പട്ടം സ്വീകരിച്ചത്. നിക്കരാഗ്വൻ പ്രസിഡന്റ് ഡാനിയൽ ഓർട്ടഗയുടെ ഭരണകൂടം കത്തോലിക്ക സഭയ്ക്കെതിരെ നടത്തുന്ന കടുത്ത അടിച്ചമർത്തലുകളുടെ ഇരകളായിരുന്നു ഡേവിഡ്. ഭരണകൂടത്തിന്റെ കടുത്ത വിമർശകനായ ബിഷപ്പ് സിൽവിയോ ബോസിനൊപ്പം പ്രവർത്തിച്ചിരുന്ന ഡേവിഡിന് പീഡനങ്ങൾ സഹിക്കവയ്യാതെ 2019 അദ്ദേഹം രാജ്യം വിട്ടത്. കടുത്ത ആക്രമണങ്ങളും സുരക്ഷാ ഭീഷണികളും നേരിടുന്ന ഹെതിയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി അലക്സ് ഡിരിയർ ഫിലിക്സ് ഏമിയുമായി ലിയോ 14 പാപ്പ ചർച്ച നടത്തി. ശനിയാഴ്ച വത്തിക്കാനിൽ വെച്ചായിരുന്നു ഈ സുപ്രധാന കൂടിക്കാഴ്ച. ഹെതിയിലെ ജനങ്ങൾ നേരിടുന്ന സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളും മാനുഷിക പ്രതിസന്ധികളുമായി കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ചയായത്. തലസ്ഥാനമായ പോർട്ട് ഓഫ് പ്രിൻസിൽ സായുധ സംഘങ്ങൾ അഴിച്ചുവിടുന്ന ആക്രമണങ്ങൾ രാജ്യത്തെ സാധാരണ ജീവിതത്തെയും സഭയുടെ പ്രവർത്തനങ്ങളെയും സാരമായി ബാധിക്കുന്നതിനെക്കുറിച്ച് മാർപ്പാപ്പ ആശങ്ക രേഖപ്പെടുത്തി. ഹെയ്തി നേരിടുന്ന നിലവിലെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് പിന്തുണ ആവശ്യമാണെന്നും കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. ഇന്ത്യയിലെ ക്രൈസ്തവർക്കും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കുമെതിരെ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളെയും വിവേചനങ്ങളെയും നേരിടാൻ രാജ്യത്തെ ക്രൈസ്തവ സഭകൾ ഒന്നിച്ചണിനിരക്കുന്നു. ഇതിന്റെ ഭാഗമായി നാഷണൽ ഫെഡറേഷൻ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ എന്ന ദേശീയ കൂട്ടായ്മയ്ക്ക് ബംഗളൂരുവിൽ തുടക്കമായി. ഇന്ത്യയിലെ ക്രൈസ്തവ പ്രശ്നങ്ങൾ ഭരണകൂടത്തിന് മുന്നിലും ദേശീയ വേദികളിലും ഒറ്റക്കെട്ടായി അവതരിപ്പിക്കാനാണ് ഈ പുതിയ സംഘടന ലക്ഷ്യമിടുന്നത്. ബംഗളൂരു സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നടന്ന ബിഷപ്പുമാരുടെ സംഗമത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. 2025 മാത്രം ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ 900ഓളം ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആഫ്രിക്കയിൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുവാനും ശാശ്വതമായ സമാധാനം കെട്ടിപ്പടുക്കുവാനും ഒന്നിച്ചു നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ സെനഗലിൽ നിന്നുള്ള മുസ്ലിം നേതാക്കളുമായി പ്രതിനിധികളുമായും വത്തിക്കാനിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മാർപ്പാപ്പ ഈ സന്ദേശം നൽകിയത്. വിവിധ മതവിഭാഗങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്ന സെനഗൽ ആതിഥ്യ മര്യാദയുടെയും ഐക്യദാർഢ്യത്തിന്റെയും നാട് എന്നാണ് മാർപ്പാപ്പ വിശേഷിപ്പിച്ചത്. അവിടുത്തെ ക്രൈസ്തവരും മുസ്ലിങ്ങളും പുലർത്തുന്ന ഈ സൗഹൃദം ആ രാജ്യത്തിന് മാത്രമല്ല ലോകം മുഴുവനും വിലപ്പെട്ട ഒന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.